ഡിവൈഎസ്പിയെ ഭീഷണിപ്പെടുത്തി കാസർഗോഡ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിനെ കൈകാര്യം ചെയ്യാൻ ഒരു എസ്എഫ്ഐക്കാരൻ മതി. തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ചക്കാത്തു വാങ്ങിയാണ് ഡിവൈഎസ്പിയുടെ പ്രവർത്തനമെന്നും ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പോലും ഡിവൈഎസ്പി വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്നും ആരോപണം. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ വിദ്യാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പി ഓഫീസിൽ ഉപരോധം സംഘടിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ ഉപരോധത്തിലാണ് ഈ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടിന്റെ ഭീഷണി പ്രസംഗം ഉണ്ടായത്. അതിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്തിനെ കൈകാര്യം ചെയ്യാൻ ഒരു എസ്എഫ്ഐക്കാരൻ വിചാരിച്ചാൽ നടക്കും എന്നൊരു കാര്യമാണ് ഭീഷണി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. യൂണിഫോമും തൊപ്പിയും മാറ്റി കാഞ്ഞങ്ങാട് അങ്ങാടിയിൽ ഡിവൈഎസ്പി ഇറങ്ങി നോക്കൂ എന്നുള്ള വെല്ലുവിളി തന്നെയായിരുന്നു ഈ പ്രസംഗത്തിൽ ഉടനീളം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ബാബു പെരിങ്ങോത്തിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് തക്കാത്ത് വാങ്ങിയാണ് ഡിവൈഎസ്പി പ്രവർത്തിക്കുന്നത് തുടങ്ങിയ വലിയ രീതിയിലുള്ള ഭീഷണി പ്രസംഗം തന്നെയായിരുന്നു ഈ ഉപരോധവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് നടത്തിയത്. മാത്രമല്ല, പോലീസുകാരനോട് അദ്ദേഹത്തിന്റെ യൂണിഫോം അടിച്ചുവെച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങി നോക്കൂ, അവിടുന്ന് നമ്മൾക്ക് ഏറ്റുമുട്ടാം എന്ന തരത്തിലുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. കൂടാതെ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം. കാരണം ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗ തലത്തിലിരിക്കുന്ന പോലീസുകാരനെതിരെ ഭീഷണി പ്രസംഗം തന്നെയാണ് ഉയർത്തിയിരുന്നത്. തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നടക്കം ചക്കാത്ത് വാങ്ങിയാണ് ഇത്തരത്തിൽ ഡിവൈഎസ്പിയുടെ പ്രവർത്തനം എന്നത് തന്നെയാണ് ആരോപിച്ചിട്ടുള്ളത്. യൂണിഫോം അഴിച്ചുവെച്ച് അങ്ങാടിയിലേക്ക് വന്നാൽ പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു എസ്എഫ്ഐക്കാരൻ വിചാരിച്ചാൽ എന്തും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നൊരു കാര്യം തന്നെയാണ് ഈ കാസർഗോഡ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് നടത്തിയ പ്രസംഗത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത്. രോഹിണി. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.